ഇത് നിർമ്മിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഈ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടത്, ഞാൻ അന്നേരം എൻ്റെ മനസ്സിൽ തോന്നി എന്താണോ അതെല്ലാം ഫുൾഫില്ല് ചെയ്തുകൊണ്ടുള്ള ഒരു മനോഹരമായ ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രം ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുമെന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. എനിക്കിതിൻ്റെ ഭാരവാഹികൾ ഇവിടെ ഉണ്ടെങ്കിൽ കേൾക്കുന്നെങ്കിൽ എനിക്കൊരു നിർദ്ദേശം കൂടി വെക്കാനുണ്ട്. അതായത് നിങ്ങൾക്കൊക്കെങ്കിൽ ഇവരെല്ലാവരും സഹായിക്കും, ഞാനും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. നമുക്കിവിടെ ഒരു ചെറിയ മുറി പണിയാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത്. ഇപ്പം ഇത് ഉണ്ടെന്ന് തോന്നുന്നു. അതിൽ നമ്മൾ നമ്മുടെ ആചാരങ്ങളെ പറ്റി നല്ല വിവർത്തനങ്ങളുള്ള ഗ്രന്ഥങ്ങൾ അവിടെ വാങ്ങി വെക്കണം. ഒപ്പം സയൻസ്, ചരിത്രം, ഭൂമിശാസ്ത്രം, ഗവേഷണം, ഓട്ടോബയോഗ്രഫി, ജീവചരിത്രങ്ങൾ, അതാണ് ഓട്ടോബയോഗ്രഫി, മോട്ടിവേഷണൽ ബുക്സ്, ഇതെല്ലാമുള്ള പുസ്തകങ്ങൾ അവിടെ വാങ്ങി വെക്കണം. നിങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാ അവധി ദിവസങ്ങളിലും ഈ ക്ഷേത്രത്തിൽ വരണം, വന്നിട്ട് ഇവിടെ വഴിപാടുകൾ നടത്തണം, ഇവിടെ പ്രാർത്ഥിക്കണം. എന്നിട്ട് നിങ്ങൾ ആ ലൈബ്രറിയിൽ വന്നിട്ട് പുസ്തകം എടുത്തുകൊണ്ട് പോയി വീട്ടിൽ പോയി ഒന്ന് വായിക്കണം. നാളെ നിങ്ങൾ പഠിച്ച് വായിച്ച് വളർന്നിട്ട് സിവിൽ സർവീസോ അതുപോലെയുള്ള ഒരു എക്സാമോ ഒക്കെ എഴുതി പാസ്സാവുമ്പോൾ നിങ്ങൾക്ക് ആ ഇന്റർവ്യൂവിന് വരുന്ന ആളുകളോട് പറയാൻ കഴിയണം, എൻ്റെ ജീവിതത്തിലെ വിജയത്തിൻ്റെ രഹസ്യങ്ങളിൽ ഒന്ന് വേതാളം കൊണ്ട് പരബ്രഹ്മക്ഷേത്രവും അവിടുത്തെ ലൈബ്രറിയും അവിടുത്തെ ചൈതന്യവുമാണ് എന്ന് പറയാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ക്ഷേത്ര സംസ്കാരം ഏറ്റവും ധന്യമാകുന്നത്. അപ്പൊ നിങ്ങളും കൂടെ അതിനൊരു മുൻകൈ എടുക്കണം കേട്ടോ മക്കളെ. വീട്ടിൽ അമ്മയോടും അച്ഛനോടും പറഞ്ഞ് ഒരു 200-300 രൂപ വെച്ച് മേടിച്ചു കൊടുത്ത് ഇവിടെ പുസ്തകങ്ങൾ ശേഖരിക്കണം. നമുക്ക് അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ലൈബ്രറി ഉണ്ടാക്കുമോ? എത്ര പേർ റെഡിയാണെന്ന് കൈ നോക്കി. ഇതിൽ കുറച്ച് ആളുകളെ റെഡിയുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും മുൻകൈ എടുത്തതൊന്ന് ചെയ്യണം. ചെയ്യുമ്പോൾ എന്താ അറിയോ, നമ്മൾ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ തുടങ്ങിയിടത്ത് തന്നെ അവസാനിപ്പിക്കുകയാണ്, ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് വിദ്യാലയങ്ങൾ കൂടി ആയി മാറണം. അപ്പോഴാണ് നമ്മുടെ ക്ഷേത്ര കൺസെപ്റ്റ് മനോഹരമാകുന്നത്. ഞാൻ ഏകദേശം 1 മണിക്കൂർ എടുത്തിട്ടുണ്ട്. എൻ്റെ വാക്കുകൾ പൂർത്തിയാക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ജ്യോതിഷവുമായോ വാക്കുമായി ബന്ധപ്പെട്ട് ചോദിക്കണമെങ്കിൽ ചോദിക്കാം കേട്ടോ. മൈക്ക് തരാം. ആർക്കെങ്കിലും ഉണ്ടോ?